ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 13-ാം വാക്യം. സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ദൈവത്തോട് നാം എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് വചനത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലേ? എന്താണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുക എന്നുള്ളതാണ്. ഭൗതികമായ നേട്ടങ്ങൾക്കും ഭൗതികമായ സുഖങ്ങൾക്കും വേണ്ടിയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ഇന്നത്തെ വചനത്തില് ഈശോ നമ്മളോട് പറയുന്നത്, നീ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കേ. നിന്റെ ആത്മീയ ജീവിതത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നിനക്ക് സാധിക്കണം. ആത്മാവിന്റെ വളർച്ച നിന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. പക്ഷെ നമുക്കൊക്കെ ഇന്ന് ആത്മാവിനെ വളർത്താനായിട്ട് സാധിക്കുന്നില്ല. ഭൗതികമായ പല വളർച്ചയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ആത്മാവിന്റെ വളർച്ച ഉണ്ടാവുന്നില്ല. ദൈവസന്നിധിയിൽ വന്ന് എപ്പോഴെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഈശോയെ, എനിക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, മനസ്സിന് ഒരു സമാധാനമില്ല, ചില തഴക്ക ദോഷങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വിശുദ്ധിയോടുകൂടി ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴും പ്രലോഭനങ്ങൾ കടന്നു വരുന്നുണ്ട്. ഇവയിൽ നിന്ന് എനിക്ക് മോചനം നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? പലപ്പോഴും പറ്റുന്നില്ല അല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങള്, രോഗങ്ങള്, ഈ ഭൂമിയിൽ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഭൗതികമായ കാര്യങ്ങൾ മാത്രമാണ് എൻ്റെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വ്യത്യാസം ഉണ്ടാവട്ടെ. ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ആത്മാവിന് വേണ്ടി നീ പ്രാർത്ഥിച്ച്, നീ പ്രാർത്ഥിച്ചാൽ ആത്മാവിന്റെ അഭിഷേകം നിന്റെ ജീവിതത്തിൽ നിനക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് ഭൗതികമായ ഈ ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാതിരിക്കുവാനായിട്ട്, സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുമ്പോൾ എൻ്റെ ആത്മീയ ജീവിത വിശുദ്ധിക്ക് വേണ്ടത് ദൈവത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.